അപ്പോൾ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു NK ഗെയിം ഓവറൻസ്. അപ്പോൾ ഇത് നമ്മുടെ RL ക്രാഫ്റ്റ് സർവൈവൽ സീരീസ് ആണ്. ഞാൻ അങ്ങനെ എൻ്റെ അണ്ടർഗ്രൗണ്ട് ബേസ് ബിൽഡ് കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾക്ക് ഇവിടെ ബിൽഡൊന്നും കാണാൻ പറ്റുന്നില്ല, നോക്കണ്ട. ഇവിടെയാണ് നമ്മുടെ ഞാൻ എൻട്രൻസ് ഒന്നും സെറ്റ് ആക്കിക്കില്ല, ആരും നോക്കണ്ട. എൻട്രൻസ് ഇതിങ്ങനെയൊന്നല്ല. ഡിസൈൻ എങ്ങനെയുണ്ടെന്ന് നോക്ക് നിങ്ങള്. ഇതാണ് നമ്മുടെ ഡിസൈൻ. നടന്നു പോകുന്നതിന് ഇവിടെ 4 വഴിയുണ്ട് ഇതേപോലത്തെ. ഒന്ന് ലെഫ്റ്റ് സൈഡില് ഇവിടെ കാണുന്നുണ്ടല്ലോ, അത് എൻ്റെ ബെഡ്റൂമായിട്ട് വരും. ഇത് നെതർ പോർട്ടലായിട്ട് വരും. അത് മുമ്പേ കാണുന്ന ട്രേഡിംഗ് ഹാളും പ്ലസ് എൻചാൻറ്റ്മെന്റിന്റെ സ്ഥലവും. ഇത് പിന്നെ വേസ്റ്റ് ആണ്. ഇതാണ് നമ്മുടെ ഡിസൈന്. ഇതാണ് നമ്മുടെ ഡിസൈൻ വരുന്നത്. ഇതാണ് മറ്റേ യൂട്യൂബിന്റെ കയ്യിൽ നിന്ന് കണ്ടിട്ട് ചെയ്തത് ഫുള്ള്. എന്നുവെച്ചാൽ ഈ ഡിസൈനും ഇതും എൻ്റെയാണ്, ഈ പാത്തും എൻ്റെയാണ്. ബാക്കി ഇതൊക്കെ അവൻ്റെ ചെയ്തേക്കുന്നതിന്. ഇനി ബാക്കി നമുക്ക് ബെഡ്റൂമിലേക്ക് ആദ്യം നെതറിൽ പോവാം. ഇതാണ് നമ്മുടെ നെതർ ഡിസൈൻ. കണ്ട റൂഫാണെങ്കിലും സൈഡാണെങ്കിലും നോക്കിയാൽ ഇത് നമ്മുടെ നെതർ പോർട്ടൽ. മറ്റേ എന്തായിരുന്നു ഇതിന്റെ പേര്, അമത്രിസ്റ്റ് കൊണ്ടുണ്ടാക്കിയത്. ഇവിടെ ഒരു സ്റ്റോറേജ് സിസ്റ്റം നാം വെച്ചിട്ടുണ്ട്. അധികമാണ് സ്റ്റോറേജ് സിസ്റ്റം, അത് വേറെ കാര്യം. പിന്നെ നമ്മുടെ ബ്രൂയിങ് ഏരിയ ഇതാണ്. 8 ബ്രൂയിങ് സ്റ്റാൻഡും പിന്നെ നെതർ വാട്ട്സും. അവിടെയും ഡിസൈനും കാര്യങ്ങളുണ്ട്. നെതറിൽ പോയി കാണാൻ ഒന്നും ഇല്ല വലിയതായിട്ട്. നെതറിൽ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് ഈ ബേസ് മാത്രമാണ് ഞാൻ ഉണ്ടാക്കിയത്. നെതറിലൊന്നും ഇല്ല കാണാനായിട്ട്. ഇതാ ഇത് തന്നെ ഉള്ളു, നെതറിലൊന്നും ഇല്ല കാണാൻ. പിന്നെ ഉള്ളത് നമ്മുടെ ട്രേഡിംഗ് ഹാളായിട്ട്. ഈ ബിൽഡ് ഫുള്ള് ക്രിയേറ്റീവ് ആണ്, സർവൈവൽ അല്ല. ഫുള്ളി ക്രിയേറ്റീവ് തന്നെയാണ് ഉപയോഗിച്ചേക്കുന്നത്. ഇതാണ് നമ്മൾ ട്രെയിനിങ് ഹാള്. എന്താ വെക്കുന്നത്, ഡ്രോൺസ് ഓരോന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഫയർ എക്സ്പെർട്ട്, ഇൻഫിനിറ്റി. ഇത് ഏകദേശം 2 ദിവസം മാത്രം എടുത്തു ഇവന്മാരെ മാത്രം സെറ്റ് ചെയ്യാൻ. ഇന്ന് ഒരുത്തനം കൊണ്ട് നാം പെട്ടിക്ക് അവനിട്ട് എനിക്ക് കിട്ടിയില്ല. നമ്മുടെ പഞ്ച് ഇതില്ലേ, ബോവിന്റെ പഞ്ച് 5 തപ്പി നടന്ന് മടുത്ത് കിട്ടുന്നേ ഇല്ല. ഇവിടെ ഒരു സ്റ്റോറേജ് സിസ്റ്റം, നമ്മുടെ ആൻവില്ല്, പിന്നെ ഗ്രൈൻ സ്റ്റോണ്, പിന്നെ നമ്മുടെ എൻചാൻറ്റിങ് ഏരിയ. ഇതാണ് ട്രേഡിംഗ് ഹാള് വരുന്നത് നമ്മുടെ. ഇതേപോലെ ബാക്കി മാർക്കിങ് കാര്യങ്ങളും ചെയ്യണം. പിന്നെ വരെ ഫുൾ എക്സ്പേർട്ട് ആക്കണം. ഇപ്പം എല്ലാം നോയ്സും മാറ്റിയും കാര്യങ്ങളൊക്കെ. ഈ സ്മോക്ക് എന്താ വരുന്നതെന്ന് എനിക്ക് പിരിയുന്നില്ല. ഉണ്ടായിട്ട് സംഭവം എനിക്ക് മനസ്സിലായില്ല സ്മോക്ക് ഉണ്ടാവും. ഇത് പിന്നെ എൻ്റെ ബെഡ്റൂം ഫുൾ ആർമർ സൈഡിൽ വെച്ചിട്ട്. ഇതിപ്പോ എൻ്റെ നിലവിലുള്ള ആർമറാണ്. ഇത് ഈ RL ക്രാഫ്റ്റിലുള്ള എല്ലാ ആർമറും ഇവിടെ നിരത്തി നാം വെക്കും. ഇതൊന്നും പിന്നെ എനിക്ക് ഉപയോഗിക്കാനുള്ളതല്ല, ഫുള്ള് ട്രിം ചെയ്ത് വെച്ചേക്കുന്നെന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ ഗ്ലാസ്സാണ്, ഇത് ഫുള്ള് ട്രിം അടിച്ച് നാം വെച്ചേക്കുന്നെന്ന് മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് ഉപയോഗിക്കാനൊന്നുമില്ല. പിന്നെ ഫ്ലോറാണ് ഇതിൽ. ഏകദേശം നാം 18 അടി ഹൈറ്റാണ് വെച്ച ഇതിന്. പക്ഷെ നാം മറ്റേ ഗ്ലാസിന്റെ എഫക്റ്റും കാര്യങ്ങളൊന്നും വെച്ചിട്ടില്ല. മറ്റേ മോഡുണ്ടല്ലോ ഗ്ലാസ് കണക്ട് ചെയ്തിരിക്കുന്നത്, അതൊന്നും ഞാൻ ചെയ്തിട്ടില്ല.
അപ്പൊ ഇത് തന്നെയാണ് എൻ്റെ ബേസ്. പിന്നെ ഇത് ഞാൻ സെറ്റാക്കി എന്താന്ന് വെച്ചാൽ നമുക്ക് എവിടെയെങ്കിലും ദൂരെ പോകുന്ന സമയത്ത് ഇതാകാൻ വേണ്ടിയാ. ഇവിടെയും മറ്റേ നെതറിന്റെ ഇത് തന്നെ വെച്ചേക്കുന്നത്. ഏകദേശം അണ്ടർഗ്രൗണ്ട് ബേസ് ഞാൻ ഫുള്ള് നെതർ തീം തന്നെയാണ് ഞാൻ നോക്കിയത്. ഏകദേശം എല്ലായിടത്തും സിമിലർ ഡിസൈൻ ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. എൻ്റെ ബെഡ്റൂമിലാണെങ്കിലും എൻ്റെ നെതർ പോർഷൻ്റെ അടുത്താണെങ്കിലും ഹാളിലാണെങ്കിലും എന്നുവെച്ചാൽ ട്രേഡിംഗ് ഹാളിലാണെങ്കിലൊക്കെ ഞാൻ സിമിലർ ഡിസൈൻ തന്നെ ഉപയോഗിച്ചേക്കുന്നത്. കാരണം നെതറിൻ്റെ തീം നോക്കുന്ന സമയത്ത് വേറെ ഉപയോഗിക്കാൻ വലിയ കല്ലും കാര്യങ്ങളും ഇല്ല. പിന്നെ ഉള്ളത് ഇങ്ങനത്തെ മരവും ഈ ബ്രൈറ്റ് കാര്യങ്ങളൊക്കെ. എനിക്ക് ബ്രൈറ്റ്നെസ് വലിയതായിട്ട് ആവശ്യമില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ കല്ല് വെച്ചത്. സോറി, ഞാൻ ഇത് ഓഫാക്കിയില്ല. ഞാടെ പോയി ആദ്യം ഇതെടുത്ത് കളയട്ടെ. അതല്ലേ, യെസ്, ഇതാണ് നൈറ്റ് വിഷൻ ഇല്ലാണ്ട് കാണാൻ. ഇങ്ങനെയാണ് നൈറ്റ് വിഷൻ ഇല്ലാണ്ട്. തന്നെ നൈറ്റ് വിഷന്റെ കാര്യം മാറുന്നേ. ഇത് പിന്നെ ആരും ചോദിക്കണ്ട എന്താ ഈ സാധനം എവിടെ ഇരിക്കുന്നതെന്ന്. വെറുതെ ഡിസൈൻ. ഇവിടെ അയൺകോളംസ് ഒക്കെ നല്ല രീതിക്ക് സ്പോൺ ആവുന്നുണ്ട്. ഇതിന്റെ മുകളിൽ വല്ല അയൺ ഫാം ഉണ്ടാക്കിയുള്ള ഒരു പ്ലാൻ ഉണ്ട് എനിക്ക്. അതിനുള്ള ഒരു എൻട്രൻസും കാര്യങ്ങളൊക്കെ ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇതിന്റെ പുറകിലായിട്ട്. ഇതണ്ട എത്ര ഗോളാ സ്പോൺ ആവുന്നതെന്ന്. നല്ല രീതിക്ക് സ്പോൺ ആവുന്നുണ്ട്. എന്താന്ന് അറിഞ്ഞൂട്ടോ. കാരണം ഞാൻ ബെഡ് വെച്ചിട്ട് കാരണം ഭാവിയിൽ എനിക്ക് നോക്കി തന്നെ ഞാൻ ചെയ്തത്. പക്ഷെ ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. ഒരു 3 എണ്ണൊക്കെ പ്രതീക്ഷിക്കുള്ളൂ. പക്ഷെ ഇത് 3 കഴിഞ്ഞ്. പിന്നെ അടുത്ത ഈ റൂമേ ഉള്ളൂ നൈറ്റ് നോക്കുവാണെങ്കിൽ. നെതറിന്റെ തീം എനിക്ക് ഇത് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ബ്ലാക്ക് സ്ക്രാക്ഡ് സ്റ്റോണും പിന്നെ അതുപോലെ തന്നെ ഈ ഡിസൈനും. അപ്പൊ നിങ്ങൾ എൻ്റെ ഡിസൈൻ കണ്ടിട്ട് ജസ്റ്റ് ഒന്ന് റേറ്റിംഗ് പറ 10ൽ എത്രയാണ് തരാനുള്ള. അപ്പം നമ്മുടെ ആർഎൽ ക്രാഫ്റ്റിന്റെ അണ്ടർഗ്രൗണ്ട് ബേസ് റിവ്യൂല് ഇത്രയേ ഉള്ളൂ. സത്യം പറഞ്ഞ ഞാൻ ചത്തുകിരുന്ന് വയ്യ, സംസാരിക്കാനൊന്നും വയ്യ. കാരണം പനിയും പിടിച്ചിട്ടുള്ള തൊണ്ടയും വേദനയുണ്ട്. പിന്നെ അതുപോലെ തന്നെ കളിച്ച് ഒരു ട്രേഡറേയും കൊണ്ട് ഞാൻ ചത്ത അവസ്ഥയായിരുന്നു. എല്ലാം കിട്ടി. മെൻഡിങ് ഒക്കെ എനിക്ക് എത്രാമത്തെ പ്രാവശ്യം കിട്ടി? 10ാമത്തെ പ്രാവശ്യം കണ്ട് മെൻഡിങ്ങിന്റെ ആളെ കിട്ടി. ഇത് പ്രൊട്ടക്ഷൻ 4ഉം അതുപോലെ തന്നെ പഞ്ച് 4ഉം. പഞ്ച് 4 പഞ്ച് 5ഉം 4ഉം ഒന്നും കിട്ടാനില്ല. പഞ്ച് 1 കണ്ട് എനിക്ക് ഒരു പ്രാവശ്യം കിട്ടിയ, അത് ഒരൊറ്റ പ്രാവശ്യം. അതിനുശേഷം പിന്നെ പഞ്ച് എന്ന് പറഞ്ഞ സാധനയെ ഞാൻ കണ്ടിട്ടില്ല ട്രേഡേഴ്സിന്റെ കയ്യിൽ നിന്ന്. ഇനി ബാക്കി ഫുള്ള് ട്രേഡേഴ്സിനെ ഫുള്ള് നല്ല രീതിക്ക് ഒന്ന് മാസ്റ്റർ ചെയ്തെടുക്കണം. അത് കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞു. പിന്നെ നമ്മൾ നോർമൽ അഡ്വഞ്ചർ. പിന്നെ നിങ്ങൾ ഏകദേശം ഇപ്പൊ കണ്ടിട്ടുണ്ട് അഡ്വഞ്ചർ ക്രാഫ്റ്റ് ഞാൻ കളിക്കുന്നത്. അതും ഇതിന്റെ ഇടയ്ക്ക് ഞാൻ ഒരു ദിവസം അഡ്വഞ്ചർ ക്രാഫ്റ്റും ഒരു ദിവസം ആർഎൽ ക്രാഫ്റ്റും കളിക്കാനാണ് പ്ലാൻ. ഇത് രണ്ടുമായിട്ട് വലിയ വ്യത്യാസങ്ങളില്ല, സിമിലർ ആണ് ഏകദേശം. അഡ്വഞ്ചർ ക്രാഫ്റ്റ് പക്ഷെ എൻ്റെ ലോങ് ലൈഫ് ഇതല്ല. ആർഎൽ ക്രാഫ്റ്റ് പക്ഷെ എൻ്റെ ലോങ് ലൈഫാണ്. അത്രേ ഉള്ളൂ വ്യത്യാസം. മറ്റേ അഡ്വഞ്ചർ ക്രാഫ്റ്റ് ഞാൻ ഏകദേശം ഉദ്ദേശിക്കുന്ന ഒരു 100 ദിവസത്തെ വീഡിയോ ആണ് ഉദ്ദേശിക്കുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ അത് ഉപേക്ഷിക്കാനാണ് നാം നോക്കുന്നത്. പിന്നെ നാം വിചാരിച്ചു ഫ്രണ്ട്സിന്റെ കൂടെ അഡ്വഞ്ചർ ക്രാഫ്റ്റ് കളിക്കാന്ന്. പക്ഷെ ഫ്രണ്ട്സിനൊന്നും അങ്ങനെ അത്രയ്ക്ക് സമയമില്ല എല്ലാവരും ഒരുമിച്ച് കളിക്കാന്ന് വെച്ചാൽ. പിന്നെ അതാണ് പ്രശ്നം. അപ്പം നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് കഴിഞ്ഞു. അപ്പം ടാറ്റാ ബൈ ബൈ.